2.5 വയസ്സുള്ള കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. ആയമാർ അറസ്റ്റിൽ. സർക്കാർ ശിശുക്ഷേമ സമിതിയിലെത്തുന്ന കുഞ്ഞുങ്ങൾ ഒന്നുകിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരോ അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോ ഒക്കെയാണ്. ആ വേദനയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആശ്രയമാകും എന്ന് കരുതുന്നവരുടെ കയ്യിൽ നിന്നും പീഡനമേൽക്കേണ്ടി വന്നാലോ? അത്തരം ഒരു സംഭവം ഇതാ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നു. ആയമാർ 2.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ നഖം കൊണ്ട് ഞുള്ളി മുറിവേൽപ്പിച്ചു. 3 ആയമാരാണ് ഈ ക്രൂരത ചെയ്തത്. വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിൽ 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ആയമാർ കുഞ്ഞിനെ മൃഗീയമായി ഉപദ്രവിച്ചത്. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേർക്കുമെതിരെ പോക്സോ കുറ്റവും ചുമത്തി. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപിയാണ് പോലീസിൽ പരാതി നൽകിയത്. വർഷങ്ങളായി താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അജിതയാണ് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് 2 പേരും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവർ 3ഉം അത് രഹസ്യമാക്കി വെച്ചു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഉടൻ തന്നെ ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അമ്മ മരിച്ചതിന് പിന്നാലെ അച്ഛനും ജീവനൊടുക്കിയതോടെയാണ് 5 വയസ്സുകാരിയെയും 2.5 വയസ്സുകാരിയെയും ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ചത്. 2.5 വയസ്സുകാരി സ്ഥിരമായി കിടക്കയിൽ മൂത്രമൊഴിക്കാറുണ്ടെന്നും ഇതിന്റെ പേരിൽ കുഞ്ഞിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നഖം പതിപ്പിച്ച് നുള്ളി മുറിവേൽപ്പിച്ചു എന്നും ഒപ്പം കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും നുള്ളി മുറിവേൽപ്പിച്ചു എന്നും അജിത പോലീസിനോട് വെളിപ്പെടുത്തി. അറസ്റ്റിലായ 3 ആയമാരുമായിരുന്നു കുഞ്ഞിനെ മാറി മാറി നോക്കിയിരുന്നത്. 4മതൊരു ആയ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴാണ് ജനനേന്ദ്രിയത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ജീവനക്കാരി ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് തൈക്കാട് ആശുപത്രിയിൽ കുട്ടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കി. മ്യൂസിയം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി കുഞ്ഞിനെ പരിചരിച്ചിരുന്ന ആയമാരെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഡിസംബർ 1-നാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പോലീസിൽ അറിയിച്ചത്. ശിശുക്ഷേമ സമിതിയിൽ 103 ആയമാരാണ് നിലവിൽ ഉള്ളത്. ഈ ആയമാരെല്ലാം കരാർ ജീവനക്കാരാണ്. പ്രതികളായ 3 പേരും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. സാധാരണഗതിയിൽ സർക്കാർ അഗതി മന്ദിരങ്ങളിൽ നടക്കുന്ന ഇത്തരം പീഡനങ്ങളൊന്നും പുറംലോകം അറിയാറില്ല. ആയമാരായി ഒരിക്കൽ കയറുന്നവർ എല്ലാവരെയും മണിയടിച്ച് വർഷങ്ങളോളം സുഖിച്ചു കഴിയുകയാണ് പതിവ്. ഇവരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ അത് മേലുദ്യോഗസ്ഥർ മൂടിവെക്കുകയാണ് പതിവ്. ജനറൽ സെക്രട്ടറിയായ GL അരുൺ ഗോപി ഇത് പോലീസിൽ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിവരം പുറംലോകം അറിഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.